ശ്രീ ഒ അബ്ദുള്ള, മതവിധി മതിയോ? മതവിധി കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണോ ഈ സ്വർണ്ണക്കടത്ത്? മതവിധി മാത്രമാണ് പരിഹാരമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലല്ലോ. മറ്റ് പലതും നമ്മൾ പറയുന്നുണ്ടല്ലോ, മറ്റൊരു ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ കാണുന്നില്ല എന്ന്. പല രീതിയിലും നമ്മൾ ഈ കള്ളക്കടത്തിന് തടയാൻ വേണ്ടി ശ്രമിക്കണം. അക്കൂട്ടത്തിൽ മത നേതാക്കളും ഇടപെട്ട് ഈ രീതിയിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥക്ക് തകരാറുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടരുത് എന്ന് ഉപദേശിക്കണം എന്ന് പറയുന്നത് അത്രയും വലിയൊരു പാപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ആൾക്കാരോട് നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളോടും സഹകരിക്കണം. ഈ രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കൂടി അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ നമ്മുടെ പേര് അതിൽ വരുന്നത് വളരെ മോശമാണ്, ഒരു ചീത്തപ്പേര് സമുദായത്തിൻ്റെ പേരിൽ ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് അതിന് മാറി നിൽക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇത്രത്തോളം വലിയ ഒരു അന്തിച്ചർച്ചയ്ക്ക് വിധേയമാക്കുകയും മുസ്ലിങ്ങൾക്ക് ഇത് കുറ്റകൃത്യമാണെന്ന് അറിയില്ല, അതുകൊണ്ടാണോ ഇങ്ങനെ കള്ളക്കടത്തുമായിട്ട് നിർബാധം മുന്നോട്ട് പോകുന്നതാണോ? മുസ്ലിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അവബോധമില്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല അവബോധം ഉണ്ടല്ലോ. ഈ കള്ളക്കടത്ത് അതുപോലെ സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്തൊക്കെ കുറ്റകൃത്യമല്ല എന്നിപ്പോ ഗോവിന്ദൻ കരുതുന്ന പോലെ നമ്മളും കരുതണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പറയാൻ വയ്ക്കുമെങ്കിൽ ഞാൻ മാത്രം പറയട്ടെ. പറഞ്ഞോ. താങ്കൾ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സംസാരത്തിൽ ഒഴുക്ക് പോകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇടപെട്ടോട് ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ പോയി. അതായത് മതപരമായ ഇതിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. അതായത് കള്ളക്കടത്ത് എന്നുള്ള വാക്കിനെ തെറ്റാ, നികുതി വെട്ടിച്ച് കൊണ്ടുവരിക എന്നതിനർത്ഥമുള്ളൂ. നികുതി വെട്ടിക്കപ്പെടുന്നതായ ആൾക്കാരെ പറ്റി നമ്മൾ ഇത്രത്തോളം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അനേക കോടികൾ, ചില ഗുജറാത്തി അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, നീരജ് മോഡി എന്നോ ദളിത് മോഡി എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പറ്റി എത്ര കോടികളാണ് അവർ ഇവിടുന്ന് തട്ടിപ്പ് നടത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് മുങ്ങിക്കളഞ്ഞത്. എന്താ നമ്മൾ എന്തെങ്കിലും അത് ചർച്ച ചെയ്തിട്ടുണ്ടോ? 10-28 ഗുജറാത്തികൾ ഇന്ത്യക്കാർക്ക് വീതം വെക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ലക്ഷങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള അത്രയും കോടികൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇതേതെങ്കിലും പാവപ്പെട്ട മലയാളികൾ ഏതെങ്കിലും അറബിയുടെ വീട്ടിൽ ഒട്ടകത്തിന് കറന്നുകൊണ്ടോ അടുക്കള വൃത്തിയാക്കിക്കൊണ്ടോ അറബി പെണ്ണുങ്ങൾ തുപ്പലും തൊക്കെ അതൊക്കെ എനിക്കറിയാം. ഞാനവിടെ കുറേ കൊല്ലം ജീവിച്ചവനാ. ഞാൻ എംബസി ജോലി ചെയ്തിട്ടുണ്ട്. ചുടുവെള്ളം ഒരു നല്ല ചെറുപ്പക്കാരൻ, കണ്ണൂരുകാരൻ, എന്തൊരു ബോഡിന്നാ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കയറ്റി വെച്ച് തരണം. എൻ്റെ അറബാബിൻ്റെ പെണ്ണിൻ്റെ മേല് സ്ഥിരമായി തുപ്പുന്നു മുഖത്ത്. ഞാൻ ചോദിച്ചു ഒന്നര കൊടുത്തൂടെ? ഞാനതൊരിക്കലും പറഞ്ഞു പോയതാ, മുഖത്തേക്ക് തുപ്പ് ഈ ചെറുപ്പക്കാരനെ. പിറ്റേന്നുണ്ട് ഇയാളിങ്ങനെ വരുന്നത്, ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ചെയ്തു, ആ സ്ത്രീനെ മുഖത്തേക്ക് ഞാൻ അടിച്ചു പറയും. പിന്നെ അവനെ രക്ഷിക്കൽ എൻ്റെ ജോലിയായി. ഞാൻ രക്ഷിച്ചു, കപ്പലിൽ കയറ്റി വിട്ടു. അപ്പം ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ അവിടെ ഗൾഫ് മാർക്കറ്റിൽ ചില സാധനങ്ങൾ കിട്ടും, അത് വാങ്ങിപ്പോരുമ്പോൾ ഇവിടെ കസ്റ്റംസുകാരുടെ നിഷ്ഠപ്പെടുകയാണെങ്കിൽ അവരത് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ പിന്നെ കണ്ടുകെട്ടും, പലതും ചെയ്യും. അതിൻ്റെ വിശദാംശത്തിലൊക്കെ പോകണില്ല. ഇതാണ് നമ്മളിപ്പോൾ വലിയ കാര്യമായിട്ട് കള്ളക്കടത്ത് എന്നൊക്കെ പറയും. അവിടുന്ന് കട്ടുകൊണ്ടേരല്ലത്, ഗൾഫ് മാർക്കറ്റിൽ പൈസ കൊടുത്ത് വാങ്ങുക. അതിനെങ്ങനെ കള്ളക്കടത്ത് എന്നറിയാം? ആ വാക്കാണ് എനിക്ക് യോജിപ്പില്ല. നികുതി വെട്ടിപ്പ്, അങ്ങനെ നികുതി വെട്ടിപ്പാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ ചില ഗുജറാത്തികൾ, ഈ നീരജ് മോഡിയും മറ്റേ ദളിത് മോഡി മുതലായ ആൾക്കാർ എത്ര കോടികളാണ് ഇവിടുന്ന് ഇതാക്കിയത്. അംബാനിമാരും അദാനിമാരും ഒക്കെ എത്ര നികുതി അടക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണോ, ശരിയായ പരിശോധന നടക്കുന്നുണ്ടോ ഒക്കെ ഉള്ളത് വേറെ കാര്യമാണ്. ഇതാണ് ഇതിലെ ഈ വിഷയത്തിൽ ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ മുൻഗാമികൾ പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. ഇത് ബുദ്ധിയുള്ള പലരും ഇന്ത്യയിൽ പലപ്പോഴും ഖണ്ഡിച്ചതാണ്. കാരണം എന്താ? ന്യൂനപക്ഷങ്ങൾ തുള്ളിയാൽ എത്ര എന്നുള്ളത് കണക്കില്ലേ? ഇന്ത്യയിൽ ആകെ കശ്മീർ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം. ഈ മലപ്പുറത്ത് നിന്ന് ഒരാൾ പാർലമെൻറ്റിലെത്തിയാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭൂരിപക്ഷ വർഗീയത എങ്ങാനും ശക്തിപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അവർക്ക് പാർലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവർ ഇന്ത്യൻ ഭരണം ഇവരെ ബങ്കടിച്ച്, എന്നാൽ ഒരു തരം ബങ്കടിച്ച് ചെയ്യതാണെന്ന് പറഞ്ഞത് ഇതിൻ്റെ നേതാവാണല്ലോ. ഭരണഘടന ഞങ്ങൾ ചുട്ട് അത് പിന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതല്ല എന്ന് പറഞ്ഞത് ആരാ? RSSൻ്റെ തലവനാണ്. ഈ രീതിയിൽ ഈ രാജ്യത്ത് അട്ടിമറിക്കാൻ കഴിവുള്ള ഭൂരിപക്ഷ വർഗീയതയും
അത് ഞങ്ങൾക്ക് ഈ തൊഴിൽ മേഖലയിൽ ഞങ്ങൾക്ക് സമുദായത്തിന് അവകാശപ്പെട്ടത് കിട്ടണം, അല്ലെങ്കിൽ ഒരു അറബി മനുഷ്യൻ നിശ്ചയിച്ചു തരണം എന്ന് പറയാനും മാത്രം കഴിവുള്ള, അതിന് മാത്രം നട്ടലുള്ളതായ ഒരു മുസ്ലിം സംഘടന അവർക്ക് പാർലമെൻറ്റിൽ കവിഞ്ഞാൽ അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുമാതിരി ഇസ്മായിൽ സെക്രട്ടറിയെ പറ്റി ഒരാൾ ഇവിടുന്ന് വരാറുണ്ട് കേരളത്തിൽ നിന്ന്, അയാൾ അവിടെ ആ പാർലമെൻറ്റിൻ്റെ ലോകസഭയുടെ മൂലയിൽ നിന്ന് എന്തോ പറയുന്നത് കേൾക്കാം. ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളൂ, അല്ലെങ്കിൽ രണ്ടാളെ. കാശ്മീരിൽ നിന്ന് കൂടി കൂട്ടിയിറക്കി കവിഞ്ഞാൽ 5 ആളെ. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെയല്ല. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് അങ്ങേയറ്റം ഹാംഫുള്ളാണ്. ഈ രാജ്യത്തിൻ്റെ പൊതു സ്വഭാവത്തെ തന്നെ മാറ്റി അട്ടിമറിക്കാൻ അവർക്ക് കഴിയും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ മതന്യൂനപക്ഷങ്ങൾ വോട്ട് ബാങ്ക് ആക്കുക എന്നാണ് വേറെ ഒന്ന് പറയുന്നത്. എന്താ ഭൂരിപക്ഷ വർഗീയതയെ വോട്ട് ബാങ്ക് ആക്കുന്നതിനെ പറ്റി പറയാത്തത്? BJP അടക്കമുള്ള സംഘപരിവാറുകൾ ഹിന്ദു മിത്തോളജിയും അതുപോലുള്ളതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് പല രീതിയിലും ശ്രീരാമനിലേക്കും ശ്രീകൃഷ്ണനിലേക്കും ഇന്ത്യൻ പാരമ്പര്യത്തിലേക്കും മറ്റു പലതിലേക്കും നമ്മളൊക്കെ ആദരിക്കുന്നതായ ആ സംഗതികളിലേക്ക് ആ സമൂഹത്തെ നയിച്ചുകൊണ്ട് അതിലിപ്പോൾ പശു വിശുദ്ധ പശുവാകുന്നത്, പശുവിന് ഈ കാണുന്ന പ്രാധാന്യം കിട്ടുന്നത് എങ്ങനെയാണ്? അതെല്ലാം ഇത്തരത്തിലുള്ളതായ ചില മിത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ എത്രയും ആവാം, അതിന് തിരക്കില്ല. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയോട് അത് രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ എന്താ പറയേണ്ടത്, ആളുകളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്തത്. അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയും.